ഗുഡ് ഈവനിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ എന്താ സംഭവിച്ചെന്നുള്ളത് യു ക്യാൻ സീ ദാറ്റ് ഈവൻ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാത്തിലും സിമിലർലി ഹെവി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ ഒരു ബിഗ് ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ബട്ട് ആക്ച്വലി നമുക്കൊരു കാര്യം മിസ്സായി. അന്ന് ഇന്നലത്തെ മിസ്സായത് റീസൺ കൊണ്ട് നമുക്ക് ലോസ് ഇവിടെ ബുക്ക് ചെയ്യേണ്ടി വന്നു. ഒറ്റ കാരണമാണ്, ബിക്കോസ് മാർക്കറ്റിൽ ഇന്നലെ നിഫ്റ്റിയിൽ വീക്കിലി എക്സ്പയറി ആയിരുന്നു. കാരണം ഇന്ന് മാർക്കറ്റിൽ ഹോളിഡേ ആയതുകൊണ്ട് വീക്കിലി എക്സ്പയറി ഇന്നലത്തെ തൊട്ട് ട്രിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളത് മിസ് ചെയ്തു. ബിക്കോസ് നോർമലി ചൊവ്വാഴ്ചയല്ലേ വരുന്നത്. പക്ഷേ ആ ഹോളിഡേയുടെ ഒരു കാര്യം മൈൻഡ് മിസ്സായിപ്പോയി. ആസ് എ ട്രേഡർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് മിസ്സായി പോകുന്നത്. ഓക്കെ, നമുക്ക് നാളത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, മാർക്കറ്റിൽ ലാസ്റ്റ് അറ്റംപ്റ്റിൽ, അതായത് ഈ ഒരു റിജക്ഷൻ മാർക്കറ്റിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാരണങ്ങൾ. ഒന്ന്, വീക്കിലി എക്സ്പയറി ഉണ്ടാവാം. 2, മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു റൗണ്ട് നമ്പറിൻ്റെ അടുത്ത് നിന്ന്, ഇത് നിഫ്റ്റിനെ ഞാൻ പറയുന്നത്, സെൻസെക്സിലോട്ട് ഞാൻ വരാം, റൗണ്ട് നമ്പർ എടുത്ത് റിജക്ട് ചെയ്ത മാർക്കറ്റാണ്. അപ്പോൾ ആ റാൻഡം സെല്ലർ മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ടാവാം. ഈ 2-3 കണ്ടീഷനാണ്. ബട്ട് മാർക്കറ്റിൽ ആ ഒരു ഓപ്പൺ റേഞ്ച് ക്രോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അവരെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, റീട്രേസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ സെല്ലർ ഇല്ല ആൻഡ് മോർ ദാൻ സെല്ലർ എക്സിറ്റ് ചെയ്ത് പോകും. എന്തുകൊണ്ട്? ഇന്ന് ഹോളിഡേയും കൂടിയാണ്. ഹോളിഡേ കാരണം മാർക്കറ്റിൽ ഇങ്ങനെ റീട്രേസ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് മാർക്കറ്റിൽ അവർ ഒരു പരിധി വരെ പൊസിഷനിൽ എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ മാർക്കറ്റിന് പക്ക നെഗറ്റീവാണ്. വാറിൻ്റെ കണ്ടീഷൻ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആയതുകൊണ്ട്, അതിന് പ്രത്യേകിച്ച് ഒരു റീസൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും, ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ് മാർക്കറ്റിൽ വാറിൻ്റെ ഉള്ളത്. അപ്പം കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് തന്നെയാണ്. ഇപ്പം ലാസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്കറ്റിൽ ഇങ്ങനെ റീട്രേസ്മെൻറ്റ് വന്നതുകൊണ്ടും ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ എടുക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലും നമുക്ക് സെല്ലിങ്ങിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടോട്ടൽ കാണുന്നത്. ഈവൻ സിമിലർലി സെൻസെക്സിലും ഞാൻ സെയിം പ്ലാനാണ്. ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളൂ. അതൊരു ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടാണ്. ആൻഡ് കറണ്ട് കണ്ടീഷൻ ഇതെല്ലാത്തിലും കാണുന്നത് നമുക്ക് അങ്ങനെ തന്നെയാണ്. ബിക്കോസ് മാർക്കറ്റിൽ ഇവിടെ റാൻഡം സെല്ലർ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അത് ലാസ്റ്റ് അറ്റംപ്റ്റിൽ റീട്രേസ്മെൻറ്റിൽ അവർ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് മോർ ദാൻ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പൊസിഷനിൽ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ കറണ്ട് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ്, നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ സെല്ലിംഗ് ആണ്. സെല്ലിംഗ് സിനാരിയോ കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ നാളത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. മാർക്കറ്റിൽ ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് വരാൻ ചാൻസ് വളരെ ലെസ്സറാണ്. ഈവൻ വന്നാലും ഗ്യാപ്പ് അപ്പ് നമുക്ക് ഓക്കെയാണ്. ഗ്യാപ്പ് അപ്പ് കുറച്ച് റിസ്ക് ഉണ്ട്. മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലോട്ടൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് റിസ്ക് നമുക്ക് കൂടും. അതായത് മേലോട്ട് കണ്ടിന്യൂ പോകുന്നുണ്ടെങ്കിൽ റിസ്ക് കൂടും. അവസാനത്തെ റിജക്ഷൻ ആണ് ആൻഡ് ഫ്ലാറ്റിൽ റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിനുള്ള പോസിബിലിറ്റി ആണ്. ഹെവി ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ സെല്ലിംഗ് ആണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. സംതിങ് ഗ്യാപ് ഡൗൺ ആകുമ്പോൾ നമുക്ക് സെല്ലിംഗ് എടുക്കാനുള്ളൊരു പ്രോബിലിറ്റി എന്ന് വെച്ചാൽ ഹയർ ലെവൽ ക്രിയേറ്റ് ആവണം. എന്നാൽ നമുക്ക് സെല്ലിംഗ് ക്വിക്ക്ലി എടുക്കാം. മാർക്കറ്റിൽ അത് ഫോർമേഷൻ ആയിട്ട് മാറും. ആൻഡ് ദാറ്റ്സ് കൈൻഡ് ഓഫ് കണ്ടീഷനാണ് മാർക്കറ്റ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തോന്നുന്ന ഓപ്പർച്യൂണിറ്റി. സെല്ലിങ്ങിനുള്ള പോസിബിലിറ്റിയാണ് മാക്സിമം. കാരണം ലാസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു റീട്രേസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഈ റീട്രേസ്മെൻറ്റ് നടന്നിട്ടില്ല മാർക്കറ്റ് ക്ലോസിങ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ട്രൈ ടു ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതായത് ഈ സെല്ലറെ ടാർഗറ്റ് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ റീട്രേസ്മെൻറ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബട്ട് ലാസ്റ്റ് അറ്റംപ്റ്റിൽ നടന്നിട്ടുണ്ട്. ഇടയിൽ മിഡിൽ ഒരു ഹോളിഡേയും വന്നു. അപ്പോൾ നമുക്ക് ക്ലിയർലി മനസ്സിലാവും വാട്ട് കൈൻഡ് ഓഫ് ഇമോഷണലാണ് ആൻഡ് സൈക്കോളജിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ കണ്ടീഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ സെൽ ഓഫ് എടുക്കാം. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ്സ് പ്യുവർലി ബയർ സെല്ലർ സൈക്കോളജി മാത്രമാണ് സംസാരിക്കുന്നത്. അതായത് ഇവിടെയുള്ള സെല്ലർ മാർക്കറ്റ് റീട്രേസ്മെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി പൊസിഷൻ എക്സിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മാർക്കറ്റിൽ നിന്ന് ഹോളിഡേ കാരണം ഹോൾഡ് ചെയ്യാൻ ചാൻസസ് ഇല്ല. ഇതെല്ലാം കൺക്ലൂഡ് ചെയ്ത് മാർക്കറ്റിൻ്റെ കറണ്ട് ട്രെൻഡ് നെഗറ്റീവാന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സെല്ലിങ്ങിനുള്ള ഒരു പ്രോബിലിറ്റി ചെയ്യുക. ഹെവി ഗ്യാപ് ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ച് പ്രോബ്ലം ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് 719 സംതിങ് ഒക്കെ ഓൾമോസ്റ്റ് ഈ റേഞ്ചിലൊക്കെ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. ഭയങ്കര ക്വിക്കായിട്ടുള്ളൊരു ഫോൾ വരുന്നുണ്ട് മാർക്കറ്റിൽ. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ നാളെ മോർണിംഗ് ആണ് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക് മാക്സിമം മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. അതാണ് കണ്ടീഷൻ. ഈവൻ നിഫ്റ്റിയിൽ എങ്ങനെയാണ്, സിമിലർലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും സിമിലർ കണ്ടീഷനാണ്. മാർക്കറ്റിൽ ഈ ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഈ ഒരു റീട്രേസ്മെൻറ്റ് വന്നതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യാനൊരു സെൽ അവൈലബിൾ ഇല്ല. അപ്പം ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് മാർക്കറ്റിൽ നമുക്ക് കറണ്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു റൂളാണ്. അതായത് ഗ്യാപ്പ് അപ്പ്
ശേഷം മേലോട്ട് പോയാൽ കുറച്ച് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യും. ബാക്കി എല്ലാ കണ്ടീഷനും നമുക്ക് സെല്ലിങ്ങിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഓക്കെ, സോ സീ യു ടുമോറോ. ഓക്കെ.